ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. പ്രതിഷേധിക്കുന്ന കർഷകരെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. കർഷകരുടെ ആവശ്യങ്ങളിലെല്ലാം ചർച്ച നടത്താമെന്ന് അമിത്ഷാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്തിന്റെ 71ാം അധ്യായം ഇന്ന്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.68%. കേരളത്തിൽ ചികിത്സയിലുള്ളത് 64,000-ലേറെ പേർ. അടുത്ത മാസത്തോടെ കോവിഡ് വാക്സിൻ ലഭ്യമാകുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ച് ലോകാരോഗ്യ സംഘടന. ഇന്ത്യ ഓസ്ട്രേലിയ 2ാം ക്രിക്കറ്റ് ഏകദിനം ഇന്ന് സിഡ്നിയിൽ. ISLൽ 3ാം പോരാട്ടത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ പ്രതിഷേധം നടത്തുന്ന കർഷകരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചർച്ചയ്ക്കായി ഡിസംബർ 3-ന് കൃഷിമന്ത്രി കർഷകരെ ക്ഷണിച്ചിട്ടുണ്ട്. കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും ആവശ്യങ്ങളും സസൂക്ഷ്മം പരിശോധിക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ അമിത്ഷാ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്തിന്റെ 71ാം അധ്യായം ഇന്ന് രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. ദൂരദർശനിലും പരിപാടിയുണ്ടാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത് കേൾക്കാം. 19ാമത് ഷാങ്ഹായ് സഹകരണ കോർപ്പറേഷൻ സംഘടനാ കൌൺസിൽ മേധാവിമാരുടെ യോഗത്തിന് തിങ്കളാഴ്ച ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അധ്യക്ഷത വഹിക്കും. ഇന്ത്യയുടെ ചെയർമാൻഷിപ്പിൽ നടക്കുന്ന ആദ്യ സമ്മേളനതല യോഗമാണിത്. 2017ലാണ് ഇന്ത്യ ഷാങ്ഹായ് സഹകരണ കോർപ്പറേഷനിൽ അംഗമായത്. വ്യാപാര സാമ്പത്തിക അജണ്ടകൾ ചർച്ച ചെയ്യാൻ SCOയുടെ വാർഷിക യോഗങ്ങൾ പ്രധാനമന്ത്രിമാരുടെ അധ്യക്ഷതയിൽ നടക്കാറുണ്ട്. SCOയ്ക്ക് ഇന്ത്യ വലിയ പരിഗണനയാണ് നൽകുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ലോകത്തോട് ശക്തിയോടെയും നീതിയോടെയും തുല്യതയോടെയും ഇടപഴകാനാകും വിധം ഇന്ത്യയുടെ വാതായനങ്ങൾ തുറന്നിടുന്നതാണ് ആത്മനിർഭർ ഭാരത് വിഭാവനം ചെയ്യുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിശദാംശങ്ങളുമായി അരവിന്ദ്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുക, ലോകമെമ്പാട് നിന്നുമുള്ള അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക, മികച്ച സാങ്കേതിക വിദ്യയും മൂലധനവും കൊണ്ടുവരിക, വിദ്യാഭ്യാസത്തിലും നൈപുണ്യത്തിലും ആരോഗ്യ പരിപാലനത്തിലും മികച്ച ഗുണമേന്മ ഉറപ്പാക്കുക എന്നിവയിൽ രാജ്യം ശ്രദ്ധ പതിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. സ്വയം പര്യാപ്ത ഇന്ത്യ കൈവരിക്കുന്നതിൽ സാങ്കേതിക വിദ്യയ്ക്ക് വലിയ പങ്കാണുള്ളത്. സാങ്കേതിക വിദ്യ അടിത്തറ വിപുലീകരിക്കാൻ സ്റ്റാർട്ടപ്പുകൾക്കും വ്യവസായങ്ങൾക്കും സർക്കാർ സഹായം നൽകും. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി ശബ്ദമുയർത്തുക എന്ന മന്ത്രം ജനങ്ങൾ പിന്തുടർന്നാൽ മാത്രമേ സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനാകൂ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാകുന്നതും ഇന്ത്യയ്ക്ക് നൂതന സാങ്കേതിക വിദ്യാ ഉൽപ്പന്നങ്ങൾ പ്രദാനം ചെയ്യുന്നതുമായ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ എത്തിച്ചേരേണ്ടതിന്റെ പ്രാധാന്യവും മന്ത്രി ചൂണ്ടിക്കാട്ടി. അംഗരാജ്യങ്ങളിൽ ചിലർ സുതാര്യ വ്യാപാര ശീലങ്ങളുള്ള ജനാധിപത്യ രാജ്യങ്ങൾ അല്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ RCEP സ്വതന്ത്ര വ്യാപാര കരാറിൽ ചേരാത്തത്. ഇന്ത്യയുടെ കർഷകർ ശക്തരാകാനും രാജ്യത്തെവിടെയും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനും തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇന്ത്യൻ റെയിൽവേ വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ഇന്നലെ പൂർത്തിയായി. ഇന്ത്യയുടെ അയൽക്കാർ ആദ്യം, സാഗർ എന്നീ നയങ്ങളിൽ സീഷെൽസിന് മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് സീഷെൽസ് പ്രസിഡന്റ് വേവൽ രാം കലവാന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. സുരക്ഷാ സഹകരണം, വികസന പങ്കാളിത്തം, ജനങ്ങൾക്കിടയിലെ ബന്ധം വർദ്ധിപ്പിക്കുക എന്നിവ ചർച്ച ചെയ്തതായി ശ്രീ എസ് ജയശങ്കർ ട്വീറ്റ് ചെയ്തു. സമുദ്ര സുരക്ഷയെ സംബന്ധിച്ചുള്ള ഇന്ത്യ, ശ്രീലങ്ക, മാലദ്വീപ് എന്നീ രാജ്യങ്ങളുടെ 4ാമത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗം ഇന്നലെ കൊളംബോയിൽ നടന്നു. സമുദ്ര സുരക്ഷ സംബന്ധിച്ചുള്ള സമകാലിക വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. ഇതിനു പുറമെ ദുരന്ത നിവാരണം, സംയുക്ത അഭ്യാസങ്ങൾ, കടലിലെ മലിനീകരണം, അതിർത്തി നിർണയം എന്നിവയെപ്പറ്റിയും യോഗം വിശകലനം ചെയ്തു. ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം 15% വർദ്ധിച്ച് $30 ബില്യൺ എത്തിയതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. ഈ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കണക്ക് പ്രകാരമാണിത്. പ്രധാനമന്ത്രി തുടക്കമിട്ട മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ ഇന്ത്യയെ ലോകത്തിന്റെ വ്യവസായ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ വേഗം വർദ്ധിപ്പിച്ചതായും ശ്രീ ജാവ്ദേക്കർ ട്വിറ്ററിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക, ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക, നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.68% ഉയർന്നു. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 87,59,000 ആയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 4,54,940 പേരാണ് ചികിത്സയിലുള്ളത്. ആകെ മരണം 1,36,200 ആയി. 1.46% രാജ്യത്തെ കോവിഡ് മരണനിരക്ക്. അടുത്ത മാസത്തോടെ കോവിഡ് വാക്സിൻ ലഭ്യമാകുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ച് ലോകാരോഗ്യ സംഘടന ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ സൌമ്യ സ്വാമിനാഥൻ. വിശദാംശങ്ങളിലേക്ക്. കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ഡോക്ടർ സൌമ്യ സ്വാമിനാഥൻ പറഞ്ഞു. ചില കമ്പനികളുടെ വാക്സിനുകൾ അടുത്ത 1-2 മാസത്തോടെയും മറ്റുള്ളവ മാർച്ച് ഏപ്രിൽ മാസത്തോടെയും ലഭ്യമാക്കാനാകും. വലിയ അളവിൽ ഇവ നിർമ്മിക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ടെന്ന് അവർ അറിയിച്ചു. എന്നാൽ മാസ്ക്, സാമൂഹിക അകലം, വ്യക്തിശുചിത്വം എന്നിവ തന്നെയായിരിക്കും ഏറ്റവും നല്ല പ്രതിരോധ മാർഗങ്ങൾ. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്, മാസ്കുകൾ യഥാവിധം ധരിക്കണമെന്നും ഡോക്ടർ സൌമ്യ സ്വാമിനാഥൻ ഒരു ചടങ്ങിനിടെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,25,00,000 പിന്നിട്ടു. 14,57,000-ലധികം പേർ മരിച്ചു. 4,31,00,000-ലേറെ പേർ രോഗമുക്തി നേടി. അമേരിക്കയിൽ ഇന്നലെ 1.5 ലക്ഷത്തോളം പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 1,36,00,000 കവിഞ്ഞു. ഇവിടെ 2.72 ലക്ഷത്തിലേറെ പേരാണ് മരിച്ചത്. ഇറ്റലി, പോളണ്ട്, ബ്രിട്ടൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ 500-ലേറെ പേർ ഇന്നലെ മരിച്ചു. കേരളത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് 64,834 പേരാണ്. 5,26,000-ലേറെ പേർ രോഗമുക്തരായി. ഇതുവരെ 2,196 പേരാണ് കോവിഡ് മൂലം സംസ്ഥാനത്ത് മരിച്ചത്. ആകെ 530 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിൽ കേരളത്തിലുള്ളത്. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് സിഡ്നിയിൽ നടക്കും. 3 മത്സരങ്ങളിലുള്ള പരമ്പരയിലെ ആദ്യ കളിയിൽ ഓസ്ട്രേലിയ 66 റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. മത്സരത്തിന്റെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള തത്സമയ വിവരണം രാവിലെ 8:30 മുതൽ ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യും. ISL ഫുട്ബോളിൽ 3-ാം മത്സരത്തിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30-ന് ഗോവ ബംബോലിം സ്റ്റേഡിയത്തിലാണ് കിക്ക് ഓഫ്. ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുകയും 2-ാം മത്സരത്തിൽ സമനില വഴങ്ങുകയും ചെയ്ത സങ്കടത്തിലാണ് ബ്ലാസ്റ്റേഴ്സ്. അതിനാൽ ഇന്ന് വിജയത്തിൽ കുറഞ്ഞതൊന്നും ടീം ലക്ഷ്യമിടുന്നില്ല. ഇന്ധനവിലയിൽ വർധന. പെട്രോൾ ലിറ്ററിന് 21 പൈസയും ഡീസൽ ലിറ്ററിന് 31 പൈസയുമാണ് വർദ്ധിച്ചത്. ഇത് തുടർച്ചയായ 6-ാം ദിവസമാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. ഇതോടെ കൊച്ചിയിൽ പെട്രോൾ വില ലിറ്ററിന് 82 രൂപ 33 പൈസയും ഡീസൽ ലിറ്ററിന് 76 രൂപ 13 പൈസയുമായി. ബോംബെ ഹൈക്കോടതിയും മഹാരാഷ്ട്രയിലെ മറ്റ് കോടതികളും ഡിസംബർ 1 മുതൽ സാധാരണ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. എന്നാൽ പൂനെ നഗരത്തിലെ കോടതികൾക്ക് ഇത് ബാധകമാവില്ല. 2 ഷിഫ്റ്റുകളിലായാവും കോടതിയിൽ വാദം കേൾക്കുക. കോവിഡ് സാഹചര്യത്തിൽ വീഡിയോ ലിങ്കിലൂടെയാണ് ബോംബെ ഹൈക്കോടതി വാദം കേൾക്കുന്നത്. എത്യോപ്യയിലെ വടക്കൻ ടിഗ്രേ മേഖലയിൽ സൈനിക പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി പ്രധാനമന്ത്രി അബി മുഹമ്മദ്. പ്രാദേശിക തലസ്ഥാനമായ മെക്കലയുടെ പൂർണ്ണ നിയന്ത്രണം സർക്കാർ സേന പിടിച്ചെടുത്തതായി അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 ആഴ്ചയായി എത്യോപ്യൻ സൈനികരോട് പോരാടുന്ന ടിഗ്രേ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിഷേധിക്കുന്ന കർഷകരെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. കർഷകരുടെ ആവശ്യങ്ങളിലെല്ലാം ചർച്ച നടത്താമെന്ന് അമിത്ഷാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്തിന്റെ 71-ാം അധ്യായം ഇന്ന്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.68%. കേരളത്തിൽ ചികിത്സയിലുള്ളത് 64,000-ലേറെ പേർ. അടുത്ത മാസത്തോടെ കോവിഡ് വാക്സിൻ ലഭ്യമാകുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ച് ലോകാരോഗ്യ സംഘടന. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ക്രിക്കറ്റ് ഏകദിനം ഇന്ന് സിഡ്നിയിൽ. ISLൽ 3-ാം പോരാട്ടത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @all India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.